ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് പാകിസ്ഥാൻ പൗരയായ ഒരു യുവതി സഹായം അഭ്യർത്ഥിച്ച സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയ നേടുകയാണ്. കറാച്ചി സ്വദേശിയായ നികിത നദേവ് എന്ന യുവതിയാണ് ഭർത്താവ് ഡൽഹിയിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള ശ്രമം തടയണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. അതിർത്തികൾക്കപ്പുറമുള്ള ബന്ധങ്ങളിൽ ഉടലെടുത്ത ഈ നിയമ പ്രശ്നവും വൈകാരിക പ്രതിസന്ധിയും ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർ തമ്മിലുള്ള വിവാഹബന്ധങ്ങളുടെ സങ്കീർണത തുറന്നുകാട്ടുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ദീർഘകാല വിസയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജനായ വിക്രം നദേവ് ആണ് നികിതയുടെ ഭർത്താവ്. 2020 ജനുവരി 26-നാണ് വിക്രമും നികിതയും കറാച്ചിയിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായത്. വിവാഹശേഷം 2020 ഫെബ്രുവരി 26-ന് വിക്രം നികിതയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവർ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് താമസിച്ചിരുന്നത്. ദമ്പതികൾക്കിടയിൽ താമസിക്കാതെ തർക്കങ്ങൾ പതിവായി. COVID-19 ലോക്ക്ഡൌൺ സമയത്ത് 2020 ജൂലൈ 9-ന് വിസ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അട്ടാരി അതിർത്തിയിലെ വഴി വിക്രം നികിതയെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. അന്നു മുതൽ ഏകദേശം 5 വർഷമായി നികിത ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ഇന്ത്യയിലേക്ക് തിരികെ എത്താൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വിക്രം തയ്യാറായില്ലെന്ന് നികിത ആരോപിക്കുന്നു. വിക്രം തന്റെ ബന്ധുവായ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലായിരുന്നുവെന്ന് നികിത ആരോപിക്കുന്നു. ഈ വിവരം വിക്രമിന്റെ പിതാവിനെ അറിയിച്ചപ്പോൾ ഇതൊക്കെ സാധാരണ കാര്യമാണ് എന്ന മറുപടി ലഭിച്ചെന്നും നികിത വെളിപ്പെടുത്തി. ഈ ബന്ധത്തെ തുടർന്ന് വിക്രം ഡൽഹിയിൽ വെച്ച് രഹസ്യമായി രണ്ടാമതൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും ഇത് തടയണമെന്നുമാണ് നികിതയുടെ പ്രധാന ആവശ്യം. ഹിന്ദു മതത്തിലെ വിവാഹ നിയമങ്ങൾക്കനുസരിച്ച് ആദ്യ വിവാഹം നിയമപരമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ബഹുഭാര്യത്വമായി കണക്കാക്കപ്പെടുകയും അത് നിയമപരമായി കുറ്റകരവുമാണ്. എന്നാൽ പങ്കാളികൾ പാകിസ്ഥാൻ പൗരന്മാർ ആയതിനാൽ ഇവിടെ നിയമപരമായ സങ്കീർണതകൾ നിലനിൽക്കുന്നു. ഭർത്താവിന്റെ രണ്ടാം വിവാഹ നീക്കം തടയുന്നതിനായി നികിത നയ നടപടികളുമായി മുന്നോട്ടു പോയി. 2025 ജനുവരി 27-ന് നികിത മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ സിന്ധി പഞ്ച് മീഡിയേഷൻ ആൻഡ് ലീഗൽ കൗൺസിൽ സെന്ററിനെ സമീപിച്ചു. വിഷയം പരിഗണിച്ചപ്പോൾ പങ്കാളികൾ ആരും ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തതിനാൽ ഇത് പാകിസ്ഥാന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. വിക്രമിനെ പാകിസ്ഥാനിലേക്ക് നാടുകടത്താൻ ശുപാർശ ചെയ്യാമെന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടു. എന്നാൽ നാടുകടത്താനുള്ള ഈ ശുപാർശ ഉത്തരവ് നടപ്പാക്കാതെ വന്നതോടെ നികിത വീണ്ടും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ മെയ് മാസത്തിൽ നികിത വീണ്ടും മധ്യപ്രദേശിലേക്ക് പ്രാദേശിക ഭരണകൂടത്തെ സമീപിച്ചു. പ്രാദേശിക തലത്തിലുള്ള നിയമ നടപടികൾ തൃപ്തികരമായ ഫലം നൽകാതെ വന്നതോടെയാണ് നികിത അവസാനത്തെ ആശ്രയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് നീണ്ടത്. ഒരു പാകിസ്ഥാൻ പൗര ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു അസാധാരണ സംഭവമാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി, എന്നെ സഹായിക്കണം. എന്റെ ഭർത്താവ് ഡൽഹിയിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇത് തടയണം. ഞങ്ങൾ വീണ്ടും ഒന്നിക്കാൻ താങ്കൾ ഇടപെടണം. നികിത നദേവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു. വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്തതോടെ ജില്ലാ ഭരണകൂടം ഉയർന്നു പ്രവർത്തിക്കാൻ നിർബന്ധിതരായി. ജില്ലാ കലക്ടർ ആശിഷ് സിംഗ് നികിതയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിക്രമിനെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നും വിഷയത്തിൽ അലംഭാവം കാണിക്കില്ലെന്നും കലക്ടർ വ്യക്തമാക്കി. നികിതയുടെ കേസ് കേവലം ഒരു കുടുംബ തർക്കത്തിനപ്പുറം ഇന്ത്യൻ മണ്ണിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് ബാധകമാകുന്ന വ്യക്തി നിയമങ്ങൾ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ, അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള ബന്ധങ്ങളിലെ നിയമപരമായ പരിമിതികൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. നികിതയുടെ അഭ്യർത്ഥനയിൽ ഇന്ത്യൻ ഭരണകൂടം എന്ത് നിലപാടെടുക്കുമെന്ന്, വിക്രമിനെ നാടുകടത്തുമോ എന്നും അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇരു രാജ്യത്തിലെയും മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും.